ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും കുന്തി സ്തുതി പഠനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. യം പ്രൗരജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. കുന്തിസ്തുതിയുടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതത്തിൻ്റെ തുടർച്ച അടുത്ത ശ്ലോകത്തിലോട്ട് കഴിഞ്ഞ ആഴ്ച നിർത്തിയെടുത്തു നിന്നും തുടങ്ങാം. ഭാരാവതാരനയന്യേ ഭുവോ നവ ഇവോ ദദൗ സിദ്ധാന്ത്യഭുരീഭരേണ ജാതോ ഹി ആത്മഭുവാർത്തിധാ. ഭാരാവതാര നയന്യേ ഭുവോ നവ ഇവോ ദദൗ സിദ്ധാന്ത്യ ഭുരീഭരേണ ജാതോ ഹി ആത്മഭുവാർത്തിധ. ഭാരമേറിയ കപ്പൽ കടലിനെ എന്ന പോലെ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് ലോകം അത്യന്തം കഷ്ടപ്പെടുന്നുവെന്നും അത് പരിഹരിക്കാനായിട്ട് അങ്ങയുടെ പുത്രനായ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതനുസരിച്ചാണ് ഭൂമിയുടെ ആദി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, ഭാരം കുറയ്ക്കുവാൻ വേണ്ടി, പാപം കുറയ്ക്കുവാൻ വേണ്ടി അങ്ങ് അവതരിച്ചതെന്നും മറ്റു ചിലർ പറയുന്നു. അങ്ങനെ പലരും ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുന്തി മാതാ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഭാരമേറിയ കപ്പലിൽ എന്ന പോലെ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് ലോകം അത്യന്തം കഷ്ടപ്പെടുന്നുവെന്നും. കാരണം ഭഗവാൻ അവതാരം എടുക്കുന്നത് എപ്പോഴാണോ അധർമ്മത്തിന് ധർമ്മത്തിന് ചുതി നേരിടുന്നത്, അധർമ്മം തഴച്ചു വളരുന്നത്, എപ്പോഴാണോ ഭൂമിദേവിക്ക് അസുരന്മാരുടെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തികൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്താണ് ഭൂമിദേവിയും ബ്രഹ്മാവും മറ്റു ദേവന്മാരും ചെന്ന് ഭഗവാനോട് അവതരിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് നടത്തുന്നത്. ആ സമയത്താണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലായിടവും എന്തായിരുന്നു? ജലമായിരുന്നു. ആ ഭഗവാൻ വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു ആ ജലത്തിൽ ശയിക്കുന്നു. ആ ജലത്തിൽ ഭഗവാന്റെ അവതാരമായിട്ടുള്ള ഗർഭോദകശായി വിഷ്ണു, അവിടുത്തെ നാഭിയിൽ നിന്നാണ് ആര് വരുന്നത്? ആ നാഭിയിൽ നിന്ന് മുകളിലേക്ക് ഒരു താമരത്തണ്ട് വളർന്നു വരും. അതിൻ്റെ അറ്റത്തെ താമരപ്പൂവിൽ നിന്നാണ് ആര് പ്രത്യക്ഷപ്പെടുന്നത്? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ബ്രഹ്മാവ് താമര തണ്ടിൽ നിന്നും മുകളിൽ, അല്ലെങ്കിൽ ആ താമര ഇതളിൽ നിന്നും പുറത്തു വന്ന ബ്രഹ്മാവ് എന്താണ്? ആദ്യം ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണോ എന്ന് മനസ്സിലാവാതെ എന്ത് ചെയ്യും? ആ തണ്ടിലൂടെ താഴേക്ക് പോയിട്ട് എവിടെ നിന്ന് വന്നതാണെന്ന് ഉറവിടം തിരയും. അതും കണ്ടെത്താനാകില്ല. വീണ്ടും മേളിൽ വരും. അവസാനം ഒരു അശരീര വരും, തപഹ എന്ന് പറഞ്ഞ്. അങ്ങനെ ഭഗവാൻ അദ്ദേഹം തപസ് ചെയ്യുകയും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദിവ്യജ്ഞാനം പകർന്നു നൽകുകയും ചെയ്യും. ആ ഭഗവാൻ നൽകിയ ജ്ഞാനം ഉപയോഗിച്ചാണ് ബ്രഹ്മാവ് ബാക്കി സൃഷ്ടികളൊക്കെ നടത്തുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഭരണ ചുമതലയുള്ള ബ്രഹ്മാവിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിനെ സമീപിക്കും. അങ്ങനെ ക്ഷീരോദകശായി വിഷ്ണുവിനെ, അതായത് പരമാത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ പ്രാർത്ഥിക്കും. അപ്പം ഈ കംസനെ പോലെയുള്ള അസുരന്മാരുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ഭൂമി ഭാരത്താൽ കഷ്ടപ്പെട്ട സമയത്ത് ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം ക്ഷീരസാഗര തീരത്ത് എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അതിൻ്റെ ഫലമായി വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് കൃഷ്ണൻ അവതരിക്കുമെന്ന്
അരുൾപ്പാടുണ്ടാകും. ജ്ഞാനം എങ്ങനെയാണ് നൽകുന്നത്? അത് ഹൃദയത്തിലാണ് കൈമാറ്റം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ആണ് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരമാണ് ഭഗവാൻ അവതരിച്ചതെന്ന് ചിലർ പറയുന്നു എന്ന് കുന്തി ദേവി പറയുന്നു. അപ്പം അതുകൊണ്ടാണ് കുന്തി മാത ആ സ്തുതിയിൽ പറയുന്നത്, അങ്ങയുടെ പുത്രനായിട്ടുള്ള ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതനുസരിച്ച് അങ്ങ് അവതരിച്ചതെന്ന് പറയപ്പെടുന്നു. അടുത്ത ശ്ലോകം. ഭാവേസ്മിൻ കലിഷ്യാമാനനാം അവിദ്യാ കാമ കർമ്മഭീ ശ്രവണാസ്മരണാർഹനി കരിഷ്യാനിധി കേചന. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ലൗകിക ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കൾക്ക് മുക്തി നേടുന്നതിനായിട്ട് എന്താണ്? ശ്രവണ സ്മരണ അർഹനി. മുക്തി നേടുന്നതിനായിട്ട് ശ്രവണം, സ്മരണം, പിന്നെയോ ആരാധന തുടങ്ങിയ ഭക്തിമാർഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനാണ് അങ്ങ് അവതരിച്ചത് എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഭാഗവതത്തിലെ പ്രാർത്ഥനകളുടെ തുടർച്ചയാണിത്. കേവലം ഭൂമിയുടെ ഭാരം കുറയ്ക്കുക മാത്രമല്ല, പിന്നെയോ സാധാരണക്കാർക്ക് ഭക്തിയിലൂടെ മോക്ഷം നൽകുക എന്ന ഉത്തമമായിട്ടുള്ള ലക്ഷ്യം കൂടി ഈ അവതാരത്തിനുണ്ടെന്ന് എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നു. ആര്? കുന്തി മാത. അപ്പം യഥാർത്ഥ ധർമ്മം എന്താണ്? ധർമ്മം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല, മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളല്ല, മറിച്ചെന്ത്? ഭഗവാൻ നൽകുന്ന നിർദ്ദേശം. ആ ഭഗവാൻ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ധർമ്മം. ഭഗവാൻ എന്താണോ ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് അത് അനുസരിച്ച് ജീവിക്കുക. അതാണ് ധർമ്മം. ആ ധർമ്മം എന്താണ്? ആ ഭഗവാനോടുള്ള അഹൈത്തുകമായിട്ടുള്ള ഭക്തി, ഭഗവാനോടുള്ള സ്നേഹപൂർവമായിട്ടുള്ള സേവനം. നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണെന്ന സത്യം മറന്നിട്ട് ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ദാസന്മാരാകുമ്പോഴാണ്, ഗോദാസന്മാരാകുമ്പോഴാണ് ആരംഭിക്കുന്നത്? ദുഃഖം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം? നവവിധ ഭക്തി. അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രവണം, കീർത്തനം എന്ന് കുന്തിമാത എടുത്തു പറയുന്നത്. ഭക്തിയുടെ 9 രീതികൾ, ഭക്തിയുടെ 9 പ്രക്രിയകൾ. എന്താ? നവവിധ ഭക്തി ആ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അവയിലൂടെ നമുക്ക് എന്തിനെ അതിജീവിക്കാം? ഈ സംസാര സാഗരത്തെ, അല്ലെങ്കിൽ ഈ മായയാകുന്ന ലോകത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ചെറിയ രീതിയിൽ ആ നവവിധ ഭക്തി ഏതൊക്കെയാണ് എന്ന് പറയാം. ഏതൊക്കെയാ? ശ്രവണം, ഭഗവാന്റെ ലീലകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. കീർത്തനം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവരോട് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുക. സ്മരണം, ഭഗവാനെ എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് നടക്കുക. പാദസേവനം, പാദങ്ങളെ സേവിക്കുക, പാദങ്ങളെ സ്മരിക്കുക. ഭഗവാന്റെ അർച്ചനം, ഭഗവാന് പൂജ ചെയ്യുക, ആരാധന ചെയ്യുക. വന്ദനം, ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുക. ദാസ്യം, ഭഗവാന്റെ ദാസനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ ദാസനായിട്ട് പ്രവർത്തിക്കുക. സഖ്യം, ഭഗവാനെ സുഹൃത്തായിട്ട് കാണുക. ഒരു ദിവസം എല്ലാ കൊള്ളരുതായ്മയും കാണിച്ചിട്ട് ചെന്നിട്ട് ഭഗവാനെ നീ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് സുഹൃത്താവുന്നത്? ആ ഭഗവാനെ അനുസരിച്ച് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ ഭഗവാന് നമ്മളോട് ഇഷ്ടമുണ്ടാകണം. അങ്ങനെ സുഹൃത്തായിട്ട് മാറണം. പിന്നെ ആത്മനിവേദനം, പൂർണ്ണമായിട്ടും സമർപ്പണം. അവസാനം പറയുന്നത് അതിനൊരു ഉദാഹരണം ആരാണ്? ബലി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഭഗവാന് അദ്ദേഹത്തിൻ്റെ എല്ലാം അദ്ദേഹം നൽകിയിരിക്കുന്നു. ആത്മസമർപ്പണം. അതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്, ബലി മഹാരാജിൻ്റെ ഭക്തി. ആലോചിച്ച് നോക്കിയേ. അടുത്ത് നിന്ന് ഗുരു പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കരുതെന്ന്. പക്ഷെ അദ്ദേഹം എന്താണ്? അത് ഭഗവാനാണ്. അപ്പം ഭഗവാൻ എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അതാണ്
ആത്മനിവേദനം, പൂർണ്ണമായിട്ടും സമർപ്പണം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. ക്ഷണവന്തി ഗയന്തി ഗ്രനന്തി അഭിക്ഷണാസാ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്തി അജിരേണ തവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഹേ കൃഷ്ണ, അങ്ങയുടെ ദിവ്യമായ ലീലകൾ നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നവര്, അല്ലെങ്കിൽ മറ്റുള്ളവരങ്ങനെ ചെയ്യുന്നത് കണ്ട് ആനന്ദിക്കുന്നവര് തീർച്ചയായും അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ദർശിക്കുന്നു. ആ പാദദർശനം മാത്രമാണ് എന്ത്? ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കുന്നത്. പറഞ്ഞിരിക്കുന്നത്, ഹേ കൃഷ്ണ, ശ്രവന്തി ഗയന്തി ഗ്രനന്തി അഭീക്ഷണാസ സ്മരന്തി നന്ദന്തി തവേഹിതം ജന തയേവ പശ്യന്തി അജിരേണ തവകം ഭാവ പ്രവാഹോ പരമം പദാംബുജം. അങ്ങയുടെ ദിവ്യമായ ലീലകള് നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും, അല്ലെ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, അല്ലെ, ആ നവവിധ ഭക്തി, അങ്ങയുടെ ദിവ്യമായ ലീലകൾ നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നവര്, അല്ലെങ്കിൽ മറ്റുള്ളവര് അങ്ങനെ ചെയ്യുന്നത് കണ്ട് ആനന്ദിക്കുന്നവര്. നമ്മൾ കണ്ടിട്ടില്ലേ, പലരും കീർത്തനമൊക്കെ ചെയ്ത് ആനന്ദിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവരും നൃത്തം ചെയ്യും. അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കും എന്താണ്, കണ്ണുനീര് വരും ആ ആനന്ദം കൊണ്ടിട്ട്. അപ്പം അവരും തീർച്ചയായും അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ദർശിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പാദദർശനം മാത്രമാണ് ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്താണ്, ആ ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ കീർത്തനം ചെല്ലുന്നിടത്ത് നമ്മൾ പോയി നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് എന്ത്? ആ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കുന്നതാണ്. അപ്പം ഭഗവാന്റെ എല്ലാ ലീലകളും ഒരേപോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പം പാണ്ഡവരുമായിട്ട് ഭഗവാന്റെ ആ ഇടപെടലായാലും, പിന്നെയോ അസുരന്മാരെ നിഗ്രഹിച്ചതായാലും, ആ ഗോപികമാരോടൊത്തുള്ള രാസലീലയായാലും, അവയിലെല്ലാം ഭഗവാൻ എന്ത്? ലൗകികമായിട്ടുള്ള ആസക്തികൾക്ക് അധീനനാണ്. നമ്മളെ പോലെ അല്ല ഭഗവാൻ. അപ്പം അതെല്ലാം ഭക്തന്മാരോടൊപ്പമുള്ള അതീന്ദ്രിയമായിട്ടുള്ള ലീലകളാണ്. പക്ഷെ ചിലരെന്ത് ചെയ്യും? ഈ ഗോപികമാരുമായിട്ടുള്ള ലീലകളെയൊക്കെ അത് മാത്രം കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടും. എങ്ങനെ? അത് വേറെ ചിന്തയിൽ കൂടിയിട്ട്. അതെന്തുകൊണ്ടാണ് അത് മാത്രം കേൾക്കുന്നവര്? അത് അവരുടെ വേറെ പല ആഗ്രഹങ്ങളെയുമാണ് അതെന്ത് സൂചിപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭാഗവതത്തിന്റെ തുടക്കം മുതൽ ക്രമമായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, പലരും ഭഗവാന്റെ ലീലകൾ മാത്രം പറയും, ചിലര് രാസലീലകൾ മാത്രം പറയും. എന്തുകൊണ്ടാണ്? ലീലകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൂട്ടാം, അല്ലേ? കഥ കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടമാണ്. അവർ വരും, കഥ കേൾക്കും, പോകും. അദ്ദേഹത്തിന് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണോ? അല്ല. യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ, ആ ലീലകളൊക്കെ നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ തുടക്കം മുതൽ കേൾക്കണം, വേണ്ടേ? അപ്പം ഒരു യഥാർത്ഥ ഭക്തൻ എന്ത് വേണം? ഭാഗവതത്തിന്റെ തുടക്കം മുതൽ ക്രമമായിട്ട് എന്ത് വേണം? ഭഗവാനെ കുറിച്ച് കേൾക്കണം. പാണ്ഡവരുമായിട്ടുള്ള ലീലകൾ ഗോപികമാരുമായിട്ടുള്ള ലീലകളെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല. അപ്പം വേദപുരാണങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ഭഗവാനുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ബന്ധം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഭഗവാനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, എത്ര ശ്രമിച്ചാലും. എന്തുകൊണ്ടാ? നമ്മൾ ഈ ഭൗതിക ലോകത്താണ്. ആ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ നമ്മളിൽ അടിഞ്ഞുകൂടി നമ്മുടെ കാഴ്ചയെ മറച്ചിരിക്കുകയാണ് ഭഗവാൻ. അതിനെന്താണ് വേണ്ടത്? അതാ ശ്രീകൃഷ്ണ നാമാതി ന ഭവേദ് ഗ്രാഹ്യമിന്ദ്രിയേ ന ഭവേദ് ഗ്രാഹ്യമിന്ദ്രിയേ അത ശ്രീകൃഷ്ണ നാമാതി. ശ്രീകൃഷ്ണന്റെ ഗുണങ്ങൾ, ലീലകൾ, കഥകൾ ഒന്നും തന്നെ എന്ത് ന ഭവേദ് ഗ്രാഹ്യമിന്ദ്രിയെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. അതിനെന്താ വേണം? സേവോൻ മുഖേഹി ജിഹ്വാദോ, സേവനം ചെയ്യണം. എങ്ങനെ? മുഖം കൊണ്ട്, നാവ് കൊണ്ട്,
സ്വയമേവ സ്ഫുരത്തി യഥ. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ചെയ്ത് 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 സ്വയമേവ സ്ഫുരത്തി യഥ, ഭഗവാൻ സ്വയം വെളിവാകും. എങ്ങനെ? നാമജപത്തിലൂടെയും ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നതിലൂടെയും ആ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുന്നതിലൂടെയും ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിലൂടെയും ഒക്കെ എന്ത് വരും? നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ മാറി 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 അവസാനം ഭഗവാൻ സ്വയം ഏവ സ്ഫുരത്തിയത, ഭഗവാൻ സ്വയം വെളിവാകും. അത് ഭഗവാനെ നേരിട്ട് കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആര്? ദുര്യോധനൻ. ആ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് സമാധാന ദൂതനായിട്ട് ആര് വന്നു? ഭഗവാൻ ഹസ്തിനപുരയിൽ ചെല്ലുകയുണ്ടായി. അപ്പം ഇത് ഭഗവാനാണെന്ന് അവിടെയുള്ള ഭീഷ്മർക്കും ദ്രോണർക്കും വിതുരർക്കും അറിയാമായിരുന്നു. കൃഷ്ണൻ തൻ്റെ വിശ്വരൂപം പോലും അവിടെ കാണിച്ചു എന്നാണ്. എന്നാൽ ദുര്യോധനൻ വിചാരിച്ചെന്ത്? അത് വെറും ജാലവിദ്യ മാത്രമാണെന്ന്, മാജിക്കാണ് എന്ന്. ആ ഭഗവാനെ ചങ്ങലയിൽ കിടാൻ പോലും ആര് ശ്രമിച്ചു? ദുര്യോധനൻ ശ്രമിച്ചു. അതേസമയം അർജുനൻ കൃഷ്ണന്റെ സുഹൃത്തായും ഗുരുവായും അർജുനൻ കൃഷ്ണനെ തൻ്റെ സുഹൃത്തായും ഗുരുവായും ദൈവമായിട്ടും കണ്ടു. കാരണം അർജുനന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? ഭക്തി, പ്യുവർ ഡിവോഷൻ. അപ്പം ദുര്യോധനന് ഭൗതികപരമായ അധികാരവും സമ്പത്തും ഉണ്ടായിരുന്നെങ്കിലും എന്തില്ലായിരുന്നു? ആത്മീയപരമായ കാഴ്ച ഇല്ലായിരുന്നു. ആ ഒരു വിഷൻ ദുര്യോധനില്ലായിരുന്നു, ഭക്തി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരേ കൃഷ്ണനെ ഒരാൾ ദൈവമായിട്ടും പിന്നെയോ മറ്റൊരാൾ വെറും യാദവനായിട്ടും കണ്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളിൽ പലരും നിരീശ്വരവാദികളുണ്ട്, വിശ്വാസികൾ പോലും ആര്? ഭഗവാനെ അംഗീകരിക്കാത്തവരുമുണ്ട്. അത് അവരുടെ ചോയ്സ്. നമ്മൾ ആത്മീയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്ത് വേണം? അത് ഹൃദയശുദ്ധിയുള്ള ഭക്തരിൽ നിന്ന് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭഗവാനോട് അസൂയയില്ലാത്തവരിൽ നിന്ന് കേൾക്കുക, ഭക്തരോട് അസൂയയില്ലാത്തവരിൽ നിന്ന് കേൾക്കുക. അപ്പം ഇരുട്ടിൽ തപ്പുന്നത് പോലെ അല്ല സൂര്യപ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നത് പോലെ ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് നമ്മെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇരുട്ടിൽ തപ്പുന്നത് പോലെയല്ല സൂര്യപ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നത് പോലെ ആ ഭഗവാനെ തിരിച്ചറിയാൻ അത് നമ്മളെ സഹായിക്കും. എന്ത് നമ്മളെ സഹായിക്കും? ശുദ്ധ ഭക്തന്റെ അടുത്ത് നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്. അടുത്ത ശ്ലോകത്തിലോട്ട് നടക്കുന്നത് അഭിയദ്യനസ്ത്വം സ്വകൃതേ ഹിത പ്രഭോ ജീഹാ ശശിസ്വിത് സുഹൃദോ നുജിവിനാ യേശം സന്യാത് ഭവദാ പദാംബുജാ പാരായണം രാജസു യോജിതാം ഹസം. അഭിയദ്യനസ്ത്വം സ്വകൃതേ ഹിത പ്രഭോ ജിഹാ ശശി സ്വിത് സുഹൃദോ നുജീവിന യേശം ന സന്യാത് ഭവദാ പദാംബുജാത് പാരായണം രാജസു യോജിതാം ഹാസം. എൻ്റെ നാഥ, അങ്ങയുടെ എല്ലാ കടമകളും സ്വയം നിർവഹിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട് ശത്രുതയിൽ കഴിയുന്ന ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചു കഴിയുന്ന ഞങ്ങളെ സംരക്ഷിക്കാൻ വേറെ ആരുമില്ലെന്നിരിക്കെ അങ്ങ് ഇന്ന് ഞങ്ങളെ വിട്ടു പോവുകയാണ്. ഭഗവാൻ പോവുകയാണ് ദ്വാരകയ്ക്ക്. ആ സമയത്താണ് കുന്തി മാത സ്തുതിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങ് എല്ലാ കടമകളും നിർവഹിച്ചു, പക്ഷേ എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട് ശത്രുക്കളായി കഴിയുന്ന സാഹചര്യവുമാണ്. ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കഴിയുകയാണ്, വേറെ ആരെയും ആശ്രയിക്കാതെ. അപ്പോൾ വേറെ ആരും ഞങ്ങളെ സംരക്ഷിക്കാനില്ല എന്നിരിക്കെ അങ്ങ് ഇന്ന് ഞങ്ങളെ വിട്ടുപോവുകയാണ്. അപ്പം ഹസ്തിനാപുരത്തിലെ
ഭരണമേൽപ്പിക്കാൻ പാണ്ഡവരെ സഹായിച്ച ശേഷം ആര്? കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന വേളയിൽ കുന്തി മാതാ പ്രകടിപ്പിക്കുന്ന ആശങ്കയും ഭക്തിയുമാണ് എവിടെ ഈ ശ്ലോകത്തിൽ തെളിയുന്നത്. കൃഷ്ണന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന കുന്തി ദേവിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്. അപ്പം പാണ്ഡവരെ സംബന്ധിച്ച് അങ്ങേയറ്റം ആരായിരുന്നു പാണ്ഡവർ? ഭാഗ്യവാന്മാരായിരുന്നു. കാരണം അവരെല്ലാ വിധത്തിലും ഭഗവാന്റെ കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞവരാണ്. അപ്പം ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ആശ്രയിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പം ആത്മീയ തലത്തിൽ ആ ഭഗവാനെ ആശ്രയിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആരാണ്? നമ്മുടെ എല്ലാ കൃഷ്ണനെ ആശ്രയിക്കുന്നത്. അതിന് പരം വേറെ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ? ഭൗതിക ലോകത്തും നമുക്ക് ആശ്രയിക്കാം, പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ വിട്ടിട്ട് പോകും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്. പക്ഷേ എന്തിനും അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ മുന്നോട്ട് പോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം, നമുക്കെപ്പോഴും സ്വാതന്ത്ര്യമാണ് ആവശ്യം. അപ്പം പ്രകൃതിയുടെ ഈ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആർക്കും തന്നെ കഴിയില്ല. ഭഗവാന്റെ ദാസനായിരിക്കുമ്പോഴാണ് ഒരു ജീവിക്ക് യഥാർത്ഥ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്. അപ്പം അവരുടെ ആശങ്കയിലായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്, പ്രകൃതിയുടെ നിയമം അതിനകത്തുനിന്ന് സ്വതന്ത്രമാൻ ആർക്കും കഴിയില്ല. ജനനം, മരണം, ഇത് പ്രളയം, മറ്റു പലതിൽ നിന്നും നമുക്കൊരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. എപ്പോഴാണ് ഇതിനകത്തുനിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുക? ആ ഭഗവാന്റെ ദാസനായിരിക്കുന്ന സമയത്താണ് ഒരു ജീവിക്ക് യഥാർത്ഥ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്. സുരക്ഷിതത്വം വേറെ എങ്ങും നമുക്ക് ലഭിക്കില്ല. ആ ഭഗവാനെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായിട്ട് കാണുന്നവൻ ഒരിക്കലും അനാഥനാകുകയില്ല, അനാഥത്വം തോന്നുകയില്ല. എന്തുകൊണ്ട്? ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ മകനാണ് ഞാൻ. എൻ്റെ ശാശ്വതമായിട്ടുള്ള വാസസ്ഥലം സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്ന ഗോലോക വൃന്ദാവനമാണ്, ഇതെനിക്ക് താൽക്കാലികമാണ്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാവില്ല? അനാഥനാകുകയില്ല ഒരിക്കലും. മറിച്ച് ഭൗതികപരമായിട്ട് എത്ര സമ്പത്തുണ്ടെങ്കിലും ആ ഭഗവാനെ മറക്കുന്നവൻ സംരക്ഷകനില്ലാത്ത അനാഥൻ തന്നെയാണ്. ഇനി ഭൗതികപരമായിട്ട് ആരൊക്കെ ഉണ്ട് എങ്കിലും അനാഥനാണ്. അച്ഛൻ, അമ്മ, മക്കള്, പെങ്ങള്, അളിയൻ, അവര്, ഇവര്, ഭാര്യ, ഭർത്താവ്, ഭാര്യ എല്ലാം ഉണ്ടെങ്കിൽ അനാഥനാണ്. എന്തുകൊണ്ടാണത്? ഒരു ദിവസം ഇവരെല്ലാം വിട്ടുപോകണം. ഒരു ദിവസം അല്ല, ഇവരെല്ലാം നമ്മളെ വിട്ടുപോകും. ഒരു വാക്കുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം തന്നെ ഒരു വാക്കുകൊണ്ട് ഇവർ വിട്ടിട്ട് പോകാം. പക്ഷേ ഏതൊരു സമയത്തും എന്ത് ദുർഘടത്തിലും എന്ത് പ്രശ്നത്തിലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവര് എപ്പോഴും സുരക്ഷിതത്വമുള്ളവരാണ്. അവര് അനാഥരല്ല. കാരണം അവർക്ക് ഈ ദിവ്യജ്ഞാനം ഗ്രഹിച്ചവരാണവർ. കർമ്മവും ഭക്തിയും. ഭക്തി എന്നാൽ എന്ത്? മടിയനായി ഒരിടത്ത് മൂലക്കിരിക്കുക എന്നുള്ളതല്ല ഭക്തി. പിന്നെ പാണ്ഡവരെ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച പോരാളിയായിരിക്കുന്ന സമയത്തും വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആ ഭഗവാന്റെ കാരുണ്യത്തിന് നൽകുന്നവനാണ് ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത. എന്തു തന്നെ ലഭിച്ചാലും ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല. ആ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഭക്തന് നൽകുന്നത്, അല്ലെങ്കിൽ ഭഗവാന് നൽകുന്നതാണെന്ത്? ആ ഭക്തി, ഉത്തമമായിട്ടുള്ള ഭക്തി എന്നുള്ളത്. നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്തിട്ട് അത് ഞാൻ കാരണമാണ് നടന്നത്, അല്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്താണ്? എന്തൊരു സംഭവം ഉണ്ടായാലും, അല്ലെങ്കിൽ നമ്മൾ പറയും ഇതെൻ്റെ മാത്രം കഴിവുകൊണ്ട് കിട്ടിയതാണ്, ഞാൻ അത്രയ്ക്ക് വലിയ ആളായതുകൊണ്ടാണ്. അങ്ങനെയല്ല. എന്തൊക്കെയായി കഴിഞ്ഞാലും എന്താ? ആ ഒരു ക്രെഡിറ്റ് ആ ഭഗവാന് നൽകുക, അല്ലെങ്കിൽ ഒരു ഭക്തന് നൽകുക, മറ്റൊരാളെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള മനസ്സുണ്ടാകുക. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ
ഉയർച്ചയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഭൗതികമായിട്ടുള്ളൊരു അഹങ്കാരത്തിന് പ്രതീകമാണ് ആര്? രാവണൻ. അല്ലേ? തൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ടിട്ട് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് നിർമ്മിച്ചു? പടി നിർമ്മിച്ചു. ആര്? രാവണൻ. അല്ലെങ്കിൽ രാവണൻ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അതായത് പുണ്യം ചെയ്യാതെ തന്നെ എല്ലാവർക്കും കയറിപ്പോകാം, എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നായിരുന്നു ആർക്ക്? രാവണൻ്റെ ലക്ഷ്യം. ഒന്നും ചെയ്യണ്ട, അല്ലേ? വളഞ്ഞ വഴി കൂടെ എങ്ങനെയും സ്വർഗത്തിലെത്തിക്കും. ചിലർ കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് പുറംവാതിൽ കൂടെ നിയമങ്ങളൊക്കെ നടത്തത്തില്ലേ? അതേപോലെ എങ്ങനെയും അവരെ എത്തിക്കും. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ തപശക്തി കൊണ്ട് പടികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം. പക്ഷേ ഭഗവാനെയും പ്രകൃതി നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്ത ആ പ്രവൃത്തി എന്ത് ചെയ്തു പറ്റി? പരാജയപ്പെട്ടു. അപ്പം മനുഷ്യന് പരിധികളുണ്ട്. മനുഷ്യൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എവിടെ പോകുന്നു എന്നെല്ലാം പറഞ്ഞാലും ആ ശരിയായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളല്ല ഇതൊന്നും. മനുഷ്യന് പരിധിയുണ്ട്. പക്ഷെ നേരെ മറിച്ച് പാണ്ഡവർക്ക് അമാനുഷികമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഭീഷ്മന്റെ കരുത്ത്, അർജുനന്റെ വില്ല് വിദ്യയും ലോകപ്രശസ്തമായിരുന്നു. എന്നിട്ടും പാണ്ഡവർ ചെയ്ത കാര്യം എന്താ? ഓരോ ചുവടുവെപ്പിലും എന്താണ് അവർ ചെയ്തത്? ഓരോ ചുവടുവെപ്പിലും കൃഷ്ണന്റെ ഉപദേശം അവർ തേടി. അവിടെയാണ് ഒരു ഭക്തന്റെ എന്താ പറയുക, ആ ഭക്തന്റെ ശുദ്ധഭക്തി അല്ലെങ്കിൽ ആ ഒരു ഭക്തിയുടെ പാരമ്യത എന്ന് പറയുന്നത്. അവര് എന്താണ്? കൃഷ്ണന്റെ ഉപദേശം തേടിയവർ ഓരോ ചുവടുവെപ്പിലും. എന്തുകൊണ്ടാ? എൻ്റെ കഴിവല്ല, അങ്ങയുടെ അനുഗ്രഹം. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഇതൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ത് ഞങ്ങൾ വിജയിച്ചത് എന്ന്, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചത് എന്ന് ആര്? അർജുനൻ വിശ്വസിച്ചു. ഈ വിനയമാണ് അവരെ ആരാക്കിയത്? സനാഥരാക്കി മാറ്റിയത്. ആ വിനയം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എന്താണ്? അനാഥനെ പോലെ വിലപിക്കരുത്. പകരം ഭഗവാൻ കൂടെയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ അതിനെ മറികടക്കാൻ കഴിയുമെന്നും ഉറച്ചു വിശ്വസിക്കുന്ന സനാഥൻ, ഉറച്ചു വിശ്വസിക്കുന്ന ഭക്തൻ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുന്തി ദേവിയുടെ ഈ പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും, അല്ലേ, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നവനാണെന്ത്? ഭക്തൻ. അങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ശ്ലോകം. കേവയം മമ രൂപാഭ്യം യദുഭിഃ സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷീഗണം ഇവേസുധു. ശരീരത്തിൽ നിന്ന് ഈ ജീവൻ വേർപെടുമ്പോൾ ആ ശരീരത്തിൻ്റെ പേരും പ്രശസ്തിയും ഇല്ലാതാകുന്നത് പോലെ അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കാതിരുന്നാൽ പാണ്ഡവരുടേതായാലും യാദവരുടേതായാലും എല്ലാ പ്രശസ്തിയും കർമ്മങ്ങളും നിമിഷ നേരം കൊണ്ട് അവസാനിക്കും. കേവയം മമ രൂപാഭ്യം യദോഭിഃ സഹ പാണ്ഡവ ഭവതോ ദർശനം യാർഹി ഋഷീണം ഇവേ സിധു. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ പേരും പ്രശസ്തിയും എന്താണ്? ആ ശരീരത്തോടു കൂടിയിട്ട് നശിക്കും. ആ ശരീരം കൊണ്ടുണ്ടായ പണവും പേരും പ്രശസ്തിയുമാണ്. എന്താണ്? ഒരാളുടെ പേര് ധീരുഭായ് അംബാനി, അല്ലെങ്കിൽ അംബാനി മരിച്ച സമയത്ത് എന്തായി? അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ആ ശരീരത്തോടു കൂടിയിട്ട് ഇല്ലാതാവും. പിന്നെ അദ്ദേഹം ഇല്ല അവിടെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായി. ഇപ്പോഴും നമുക്ക് പറയാം ധീരുഭായ് അംബാനി ആയിരുന്നു എന്നൊക്കെ, പക്ഷെങ്കിൽ അദ്ദേഹം ഉണ്ടോ? ഇല്ല. അപ്പം അതുപോലെയാണ് നമുക്കും നമ്മുടെയും അവസ്ഥ അതാണ്. ആ ശരീരം പോകുമ്പോഴെന്ത്? ആ പേരും പ്രശസ്തിയും ഇല്ലാതാകും. എന്തുകൊണ്ടാണ്?
ആ ശരീരത്തിൻ്റെ പേരും പ്രശസ്തിയും ഇല്ലാതാവുമെന്ന്. കാരണം ആ ശരീരം ഒന്നുകിൽ ദഹിപ്പിച്ച് കളയും, അല്ലെങ്കിൽ കുഴിച്ചിടും. ആത്മാവ് എവിടെ പോവും? ആത്മാവിന് ഈ ഒരു ഓർമ്മയും കാണില്ല. ആത്മാവ് അതിൻ്റെ വഴിക്ക് പോകും. അടുത്ത കർമ്മം അനുസരിച്ച് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് പോകും. അപ്പോൾ ഈ ഭൗതികപരമായിട്ട് നേടുന്ന എല്ലാം എന്താണ്? ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്തത്? മരിക്കുന്ന സമയത്ത് എൻ്റെ കാലും കൈയും എല്ലാം പെട്ടിയുടെ പുറത്തിട്ടിട്ട് വേണം അടയ്ക്കാനെന്ന്. കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അതുപോലെയാണ് എന്ത് പറയുന്നത്? ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുമ്പോൾ ആ ശരീരത്തിൻ്റെ പേരും പ്രശസ്തിയും ഇല്ലാതാകുന്നത് പോലെ അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കാതിരുന്നാൽ പാണ്ഡവരുടെ ആയാലും യാദവരുടെ ആയാലും എല്ലാ പ്രശസ്തിയും കർമ്മങ്ങളും നിമിഷ നേരം കൊണ്ട് അവസാനിക്കും. ഒരു ജീവനില്ലാത്ത ശരീരം വെറും ജഡമായി മാറുന്നത് പോലെ കൃഷ്ണനാകുന്ന ആത്മാവില്ലെങ്കിൽ പാണ്ഡവരുടെയും യാദവരുടെയും പാണ്ഡവനും യാദവരും വെറും ശൂന്യമാണെന്നാണ് കുന്തിദേവി പറയുന്നത്, അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കൊരു പേരും പ്രശസ്തി ഉണ്ടായിരുന്നത്? ആ ഭഗവാന്റെ സാന്നിധ്യമാണ് തങ്ങളുടെ ശക്തിയുടെയും നിലനിൽപ്പിൻ്റെയും ഏക ഉറവിടമെന്ന് കുന്തിദേവി ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിലുള്ള കണ്ണും കാതും കൈകാലുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? ഉള്ളില് ബോധമുള്ളത് കൊണ്ട്. അതുപോലെയാണ് നമ്മുടെ ബുദ്ധിയും കരുത്തും പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ ചൈതന്യം മൂലമാണ്. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. ആത്മാവിൻ്റെ കൂടെ പരമാത്മാ രൂപേണ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബുദ്ധിയും കരുത്തും പ്രവർത്തിക്കുന്നത്. നമ്മളൂടെ വിചാരിക്കണം ഭഗവാൻ ബുദ്ധി നമുക്ക് നൽകണമെന്ന്. അല്ലേ? എത്ര വലിയ പദവി ഉണ്ടെങ്കിലും അത് ദൈവനിശ്ചയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിനീതനാകണം. ശാസ്ത്രം കൊണ്ടോ സാങ്കേതിക വിദ്യ കൊണ്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്നത് മിഥ്യാധാരണ മാത്രമാണ്. ഭഗവാന്റെ അനുമതിയില്ലാതെ ഒരു പുല്ല് പോലും അനങ്ങില്ല. ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുകയില്ല. അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ബോധം പറയാം. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് മരിക്കുകയോ ചെയ്യുന്ന സമയത്ത് കണ്ണും കാതും അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ അവയ്ക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല. ഉറങ്ങുന്ന സമയത്തായാലും മരിക്കുന്ന സമയത്തായാലും. എന്തുകൊണ്ടാ? അവയെ നയിക്കാൻ ഉള്ളിലുള്ള ബോധം, ജീവചൈതന്യം സൈലൻ്റാണ്, മരിക്കുന്ന സമയത്തില്ല. അതുപോലെയാണ് പാണ്ഡവർ ഉറങ്ങുന്ന സമയത്തും. അതുപോലെയാണ് പാണ്ഡവർ. അവര് മഹാരഥന്മാരായിരുന്നിട്ടും കൃഷ്ണൻ എന്ന ആ ചൈതന്യം ഇല്ലെങ്കിൽ അവർ വെറും മൃതശരീരത്തിന് തുല്യമാണെന്ന് കുന്തിദേവി പറയുന്നു. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം, ആ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച സമയത്ത് അശ്വത്ഥാമാവ് പാണ്ഡവർക്ക് നേരെ എന്ത് പ്രയോഗിച്ചു? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഭൗതികശാസ്ത്രത്തിൽ ആ ഭൗതികശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഏത് ആയുധത്തെക്കാളും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ആയുധങ്ങളെക്കാട്ടിലും വലുതാണ് ആ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. അണുവായുധങ്ങളെക്കാട്ടിലും എല്ലാം. പാണ്ഡവർക്ക് എന്ത് പറ്റി? അതിനെ തടയാൻ കഴിഞ്ഞില്ല. അവരുടെ ശാരീരിക ബലമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അധികാരമോ ഉപകരിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു അർജുനൻ? കൃഷ്ണനെ ശരണം പ്രാപിച്ചു. കൃഷ്ണൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മഹാവിപത്തിനെ തടഞ്ഞു. ആണ് കൃഷ്ണൻ. അവസാനം നമ്മൾ വിചാരിക്കും ഭഗവാൻ വരത്തില്ല, സഹായിക്കത്തില്ല എന്ന് കരുതിയിരിക്കും. പക്ഷെ അവസാന നിമിഷം ഭഗവാൻ വന്ന് സഹായിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് അന്ന് വിളിക്കുന്നതെന്ന് നോക്കും ഭഗവാൻ. വസ്ത്രാക്ഷേപ സമയത്ത് അവസാനമാണ് ഭഗവാനെ വിളിച്ചത്. സെക്കൻഡ് പോലും എടുത്തില്ല ഭഗവാൻ വരാൻ. അപ്പം ഭഗവാന്റെ മാർഗനിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ ഭഗവാന്റെ മാർഗനിർദ്ദേശമില്ലാത്ത അശ്വത്ഥാമാവിൻ്റെ ആയുധം പരാജയപ്പെട്ടപ്പോൾ ഭഗവാനെ ആശ്രയിച്ച പാണ്ഡവരെന്തായി? സുരക്ഷിതരായി. അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന വലിയ സംരക്ഷണ സംവിധാനങ്ങൾ പോലും ഭഗവാന്റെ കൃപയില്ലാതെ തകരാമെന്നതിന് ഒരു ഉദാഹരണമാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നയിക്കാൻ കൃഷ്ണനില്ലാത്ത
ജീവൻ എന്ത് കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെയാണ്. കുന്തിദേവി ഭയപ്പെടുന്നത് എന്താണ്? ആ കപ്പിത്താൻ ഞങ്ങളെ വിട്ടു പോകുന്നതിനെയാണ് കുന്തിദേവി ഭയപ്പെടുന്നത്. അടുത്ത ശ്ലോകം. നേയം ശോഭിഷയതേ തത്ര യഥേദനിം ഗദാധര ത്വത്പദൈരംഗിതാ ഭതി സ്വാലക്ഷണ വിലാക്ഷിത. യഥായുധം ഗദാധര, ഹേ ഗദാധര, ഹേ കൃഷ്ണ, അങ്ങയുടെ പാദമുദ്രകൾ പതിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ രാജ്യം ഇപ്പോൾ ഇത്ര മനോഹരമായി കാണപ്പെടുന്നത്. എന്നാൽ അങ്ങ് ഞങ്ങളെ വിട്ടുപോയാൽ ഈ സൗന്ദര്യം ഇല്ലാതാകും, രാജ്യത്തിൻ്റെ സൗന്ദര്യം ഇല്ലാതാവുകയും രാജ്യം ചൈതന്യമറ്റതാവുകയും ചെയ്യും. അപ്പം ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ പ്രകൃതി പോലും കൂടുതൽ സുന്ദരിയായി മാറുന്നുവെന്നും ആ സാന്നിധ്യം മാറുന്ന സമയത്ത് എല്ലാം വെറും ശൂന്യമായി അനുഭവപ്പെടുന്നുവെന്നും കുന്തിദേവി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഗദ ധരിച്ച അർത്ഥത്തിലാണ് എന്ത് ഭഗവാൻ ഇവിടെ ഗദാധരൻ എന്ന് വിളിക്കുന്നത്. ഭഗവാനെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങൾ എന്തുണ്ട്? ഭഗവാന്റെ പാദങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞേക്കുന്നത്? ത്വപദൈർ അൻകിതപദേ, അങ്ങയുടെ പാദമുദ്രകൾ പതിഞ്ഞതുകൊണ്ട്. അപ്പം ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടി ഭഗവാന്റെ പാദത്തിൽ ചില അടയാളങ്ങൾ ഭഗവാന്റെ പാദങ്ങളിലുണ്ട്. ഇതൊക്കെയാണുള്ളത്. കൊടിയുണ്ട്, വജ്രായുധം, പിന്നെയോ തോട്ടി, കുട, താമര, ചക്രം തുടങ്ങിയ ചിഹ്നങ്ങൾ എവിടെയുണ്ട്? ഭഗവാന്റെ പാദത്തിൻ്റെ അടിയിൽ കാണപ്പെടുന്നു. അപ്പം ഭഗവാൻ നടന്നു പോകുന്ന ഇടങ്ങളിലെ മൃദുവായിട്ടുള്ള മണ്ണിലെല്ലാം എന്താവും? ഈ അടയാളങ്ങൾ പതിയും. നമ്മളും നടന്നു പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കാല് പതിയും. പക്ഷെങ്കിൽ അത് മൃഗത്തിൻ്റെ ആണോ നമ്മുടെ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ നടന്നു പോകുമ്പം മനസ്സിലാക്കാം, ആ മൃദുവായ പാദങ്ങളിൽ നിന്നുള്ള ആ ചിഹ്നങ്ങൾ എവിടെ പതിയും? ആ മണ്ണിൽ പതിയും. അപ്പം ഭഗവാൻ പാണ്ഡവർക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു? ആ ഹസ്തിനപുരിയിലെ മണ്ണിൽ ഈ പാദമുദ്രകൾ പതിഞ്ഞിരുന്നു. അപ്പം അത്തരം മംഗളകരമായിട്ടുള്ള അടയാളങ്ങൾ ഉള്ളത് കൊണ്ടാണ് പാണ്ഡവരുടെ രാജ്യം സകല ഐശ്വര്യങ്ങളോടും കൂടി വിളങ്ങിയത്. കുന്തിദേവി ഈ വിശിഷ്ട അടയാളങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന നിർഭാഗ്യത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അദ്ദേഹം സാധാരണ മനുഷ്യരെയോ ദേവന്മാരെയോ പോലെ അല്ലെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലെ 19 തരത്തിലുള്ള ചിഹ്നങ്ങളുണ്ട്. ആ വിശിഷ്ട ചിഹ്നങ്ങൾ കുറച്ചാണ് മുമ്പേ പറഞ്ഞത്. ചിഹ്നങ്ങൾ തെളിയിക്കുന്നു. അതാണ് ആ ഭഗവാന്റെ പാദസ്പർശനമേറ്റ മണ്ണ് എന്ന് പറയുന്നത് വിശുദ്ധമാകുന്നു. ആ രാജ്യം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നോ ദാരിദ്ര്യത്തിൽ നിന്നോ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ദാരിദ്ര്യം ഉണ്ടാവില്ല, പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവുകയില്ല. ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും ഐശ്വര്യവും അദ്ദേഹം പോകുന്നതോടെ ഇല്ലാതാകുമോ എന്ന ഭക്തൻ്റെ അല്ലെങ്കിൽ കുന്തിദേവിയുടെ ആകുലതയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പം കൊടി എന്ന് പറയുന്നത് ഭഗവാന്റെ പാദത്തിലെ അടയാളങ്ങൾ. അല്ലെങ്കിൽ കൊടി എന്താണ്? ഭക്തർക്ക് സർവ്വവിജയങ്ങളും ഭയത്തിൽ നിന്ന് മോചനങ്ങളും നൽകുന്നു. വജ്രായുധം ഭക്തരുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കുന്നു. തോട്ടി എലിഫന്റ്, ആനയെ കൊണ്ടു നടക്കാൻ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം അതെന്താണ്? അടങ്ങാത്ത ആനയെ പോലെയുള്ള നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. താമര ഭൗതിക ലോകത്തിലാണെങ്കിലും ചെളിയിൽ വിരിയുന്ന താമര പോലെ എന്താണ്? താമരയെപ്പോലെ നിർമ്മലരായിരിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മൾ ഭൗതികലോകം എന്ന് പറയുന്ന ഒരു ചെളിയാണ്. അവിടെയും നമ്മൾ വിളങ്ങി പരിശുദ്ധിയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആര്? ഭഗവാൻ.
അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഈ ഓരോ ചിഹ്നങ്ങളും. കൃഷ്ണൻ വൃന്ദാവനത്തിൽ വസിച്ചിരുന്ന സമയത്ത് അവിടുത്തെ മണലിലെല്ലാം ഈ ചിഹ്നങ്ങളുണ്ടായിരുന്നു, ഈ മുദ്രകളുണ്ടായിരുന്നു. എപ്പോഴും കാണാം. ഗോപികമാർ ഈ മുദ്രകൾ നോക്കിയാണെന്ത് കൃഷ്ണൻ എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാക്കിയിരുന്നത്. കുരുക്ഷേത്ര യുദ്ധശേഷം ഭഗവാൻ ഹസ്തിനപുരിയിൽ താമസിച്ചപ്പോഴും എന്താണ് അവിടുത്തെ മണ്ണും ഈ മുദ്രകളാൽ പവിത്രമായി. അപ്പം കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഈ പാദമുദ്രകൾ ഇനിയും തങ്ങളുടെ മണ്ണിൽ പതിയില്ലല്ലോ എന്ന അങ്ങനെ അത് ഓർത്തുകൊണ്ടാണ് കുന്തിദേവി വികാരാധീനയാകുകയാണ്. ഭഗവാന്റെ സ്പർശനമില്ലാത്ത ഈ ഭൂമി ശോഭയില്ലാത്ത വെറും മണ്ണാണെന്നവർ വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം. ഇമേ ജാനപദാ ശ്രദ്ധ ശുഭാ വൗസധി വിരുദ്ധ വനാതിർ നദി ഉദാനവന്തോ ഹേ യദന്തേ തവ വീക്ഷിത. കുന്തിദേവിയുടെ പ്രാർത്ഥനകളിൽ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രകൃതിയുടെ ഐശ്വര്യം ഭഗവാന്റെ കടാക്ഷത്തെ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. എന്താണ്? ഇമേ ജന പദാ ശ്രദ്ധ സുപാക് വസതി വിരുദ്ധ. സസ്യങ്ങളും ധാന്യങ്ങളും സമൃദ്ധമായി വളരുന്നത് കൊണ്ടും വനാതിർ നദി ഉദാനവന്തോ ഹൈ യഥാന്തേ തവ വീക്ഷിത. സസ്യങ്ങളും ധാന്യങ്ങളും സമൃദ്ധമായി വളരുന്നത് കൊണ്ടും വൃക്ഷങ്ങൾ ഫലപുഷ്ടിയുള്ളതായതുകൊണ്ടും നദികൾ ഒഴുകുന്നത് കൊണ്ടും നദി ഉദാനവന്തോ സമുദ്രങ്ങൾ സമ്പത്താൽ നിറഞ്ഞതുകൊണ്ടും ഈ നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാ വിധത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അങ്ങയുടെ കരുണാപൂർണമായ ദൃഷ്ടി ഇവയുടെ മേൽ പതിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഭഗവാൻ ഒരു ദേശത്തെ നോക്കുന്ന സമയത്ത് അവിടെ എന്താണ്? അവിടെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിക്കുമെന്നും കൃഷി മുതൽ വ്യാപാരം വരെ സകല മേഖലകളിലും ഐശ്വര്യം വിളയാടണമെന്നും കുന്തിദേവി ഇവിടെ സ്മരിക്കുന്നു. ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കും. കൃഷിയും വ്യാപാരവും വരെ സകല മേഖലകളിലും അതോടുകൂടി ഐശ്വര്യം വിളയാടുമെന്നും കുന്തിദേവി ഇവിടെ സ്മരിക്കുകയാണ്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, നദികൾ, ധാതുക്കൾ നിറഞ്ഞ മലകൾ, മഞ്ഞ്, മുത്തുകൾ നിറഞ്ഞ കടലുകൾ എന്നിവ ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് പ്രകൃതി നൽകുന്നതാണ്. അപ്പം ഭഗവാന്റെ ആഗ്രഹം പ്രകാരം പ്രകൃതി ഇവ സമൃദ്ധമായി നൽകുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്യുന്നു. പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കാതെ എന്ത് വേണം? നമ്മളെല്ലാവരും ശ്രമിക്കുന്ന പ്രകൃതിയെ കീഴടക്കാനാ, ദുരുപയോഗം ചെയ്യാനാ. ഭഗവാൻ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി തന്നിരിക്കുന്ന കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് ശ്രമിക്കാതെ എന്ത് വേണം? ദൈവം നൽകിയ ഈ സമ്മാനങ്ങൾ ഉപയോഗപ്പെടുത്തി, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി സംതൃപ്തിയോടെ ജീവിക്കുക. നമുക്ക് ആവശ്യമായത് മാത്രം എടുക്കുക. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുങ്ജീത മാ കൃത കത്സിദ്ധനം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാരാണ്? ഭഗവാനാണ്. ഇതെല്ലാം ഭഗവാന്റെ ഉടമസ്ഥതയിലും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ചലിക്കുന്നതുമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി, ഈശോപനിഷത്തിൽ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ധനം മാത്രം സ്വീകരിക്കുക, ധനം മാത്രം സമ്പാദിക്കുക. അത് എന്താണ്? ഈ സമ്മാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. എങ്ങനെ? ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ സംതൃപ്തിയോടെ ജീവിക്കുക എന്നതാണ് സ്വാഭാവികമായ നിയമം. അതിൽ സന്തോഷം കണ്ടെത്തുക. അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ടിട്ടല്ല ജീവിക്കേണ്ടത്. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കടം മേടിച്ച് അവരെ മുകളിലാകാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നതല്ല ജീവിതം. അപ്പോൾ സംതൃപ്തി ഉണ്ടാകും. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടണം. അതിനെന്ത് വേണം? ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകണം. നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ കുടുങ്ങിപ്പോകും.
നമ്മുടെ ആവശ്യത്തിന് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറിയും ഉള്ളപ്പോൾ കശാപ്പ് ശാലകൾ നടത്തിയിട്ട് എന്തിനാണ് ഈ പാവം മൃഗങ്ങളെ കൊല്ലേണ്ടത്? അതിൻ്റെ എന്താവശ്യമാണ്? നമുക്കെല്ലാം ഉണ്ടല്ലേ, പച്ചക്കറികളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, എല്ലാ സംഗതികളും വെജിറ്റബിൾസ് ഉണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കശാപ്പ് ശാലകൾ നടത്തിയിട്ട് പാവം മൃഗങ്ങളെ കൊല്ലണം. അതിൻ്റെ ആവശ്യം എന്ത്? നദികളുണ്ട്, ആ നദികള് നമ്മുടെ നെൽപ്പാടങ്ങളെ അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളെ ഫലപുഷ്ടിയുള്ളതാക്കുന്നുണ്ട്. പക്ഷേ ആ നദികൾ പോലും നമ്മൾ വെള്ളം വരാത്ത രീതിയിൽ നികത്താൻ തുടങ്ങി. കുന്നുകളിൽ എന്തുണ്ട്? ധാതുക്കളും കടലിൽ രത്നങ്ങളുമുണ്ട്. ധാന്യങ്ങളും പാലും എല്ലാം സമൃദ്ധമായുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെ അധ്വാനം ചൂഷണം ചെയ്യുന്ന ഭയാനകമായിട്ടുള്ള വ്യവസായങ്ങൾക്കായിട്ട് നമ്മൾ എന്തിനാണ് തുനിയുന്നത്? അല്ലേ? അപ്പം ഇതെല്ലാം, ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കുകയും ഭക്തിയിലൂടെ ജീവിതം പൂർണ്ണമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആ ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കണം. അതിലൂടെ എന്ത് വേണം? ഭക്തിയിലൂടെ ജീവിതം പൂർണ്ണമാക്കണം. അവിടെയാണ് വിജയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലേ? എന്തുവാണ്? ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കണം. വൈദിക വിധി, വേദവിധി അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? ഇതിലേക്കാണ്. ഭഗവാന്റെ കൃപയാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഐശ്വര്യം നിലനിൽക്കണമെന്ന് അവര് ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രകൃതിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാം. പൃഥു മഹാരാജാവിൻ്റെ കഥ. ഒരു കാലത്ത് ഭൂമിയിൽ എന്താണ്? ധാന്യങ്ങളും ഔഷധങ്ങളും ലഭ്യമല്ലാതായി. അപ്പം ജനങ്ങളെല്ലാം പട്ടിണിയിലായി. സമയത്ത് ഇപ്പോഴും നമ്മൾ അതിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണ്ട് പൃഥു മഹാരാജാവ് ഭരിക്കുന്ന സമയത്തും ഇതേപോലുള്ളൊരു അവസ്ഥയുണ്ടായി. ധാന്യങ്ങളില്ല, ഔഷധങ്ങളില്ല. ധാന്യങ്ങളില്ല, ഔഷധങ്ങളില്ല, ഇലകളില്ല, ഒന്നുമില്ല എങ്കിൽ എന്ത് പറ്റും? ജീവിക്കാൻ പറ്റില്ല, പട്ടിണിയിലാവും. അന്ന് പൃഥു മഹാരാജ എന്ത് ചെയ്യും? ഭൂമിയെ ശകാരിക്കും. ഭൂമി ദേവിയെ ചീത്ത പറയും. ചീത്ത മീൻസ് വഴക്ക് പറയും. അപ്പോൾ ഭൂമി ദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും. എന്താണ് പറയുന്നത്? മനുഷ്യൻ അധർമ്മികളാവുകയും പിന്നെയോ ഭഗവാനെ മറക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ വിഭവങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെക്കും. പിന്നീട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയെ കറന്ന് സകല വിഭവങ്ങളും തിരികെ കൊണ്ടുവരും. അതായത് ഒരു മനുഷ്യൻ ഭക്തിയുള്ളവനായിരിക്കുമ്പോൾ പ്രകൃതി സകല ഐശ്വര്യങ്ങളും സ്വമേധയാ നൽകും. ഫാക്ടറികൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം എന്താണ്? വിശപ്പടക്കാൻ കഴിയില്ല. അതിനെന്ത് വേണം? പ്രകൃതിയുടെ കനിവുണ്ടായിരിക്കണം. ഭഗവാന്റെ കൃപ അനിവാര്യമാണ്. എത്ര ഫാക്ടറികൾ പണിഞ്ഞാലും, എന്തൊക്കെ യന്ത്രങ്ങളിലൂടെ എന്തൊക്കെ ശ്രമിച്ചാലും ഭഗവാന്റെ കൃപ വേണം. ഭഗവാന്റെ കൃപ അവിടെ അനിവാര്യമാണ്. ഭഗവാന്റെ അനുവാദം വേണം. ഭക്തി ഉള്ളതായിരിക്കുന്ന സമയത്ത് ഐശ്വര്യങ്ങളൊക്കെ സ്വമേധയാ വരും. കുന്തിദേവിയുടെ കാഴ്ചപ്പാടനുസരിച്ച് കുന്തിദേവി ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണൻ തങ്ങളുടെ കൂടെ ഉണ്ടാവാനാണ്. കൃഷ്ണന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പ്രകൃതി എന്തായിരിക്കും? സമൃദ്ധമായിരിക്കും. കൃഷ്ണൻ പോയാൽ തൻ്റെ രാജ്യം എന്തായിരിക്കും? ഒരു ഐശ്വര്യമില്ലാത്ത വെറും എന്താവും? മരുഭൂമി. അറിയാം, ആ ഒരു മണലാരണ്യം പോലെ ആയിരിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഭഗവാന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഒന്നും വട്ടപൂജ്യം. അടുത്ത ശ്ലോകം. അതാ വിശ്വേശ വിശ്വത്മനം അതാ വിശ്വേശ വിശ്വാത്മൻ വിശ്വാമൂർത്തേശ്വകേഷു മേ സ്നേഹാപാശം ഇമം സിന്ധി ധൃതം പാണ്ഡുസു വൃഷ്ണിഷു. അപ്പം ഭഗവാനോടുള്ള അനന്യമായ ഭക്തിക്കായി
എന്താണ്? ലൗകികമായിട്ടുള്ള ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ ആര്? കുന്തി ദേവി ആഗ്രഹിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം, ഹേ പ്രപഞ്ചനാഥ വിശ്വരൂപി വിശ്വേശ വിശ്വാത്മൻ വിശ്വാത്മൻ. അതെന്താണ്? ഹേ പ്രപഞ്ചനാഥ വിശ്വരൂപി, അതാണ് വിശ്വേശ എന്ന് പറയുന്നത്. അവിടുന്ന് ലോകത്തിൻ്റെ ആത്മാവാണല്ലോ. വിശ്വാത്മൻ അല്ലേ? വിശ്വേശ വിശ്വാത്മൻ, വിശ്വത്തിൻ്റെ ആത്മാവാണല്ലോ, ലോകത്തിൻ്റെ ആത്മാവാണല്ലോ. അതിനാൽ എൻ്റെ ബന്ധുക്കളായ പാണ്ഡവരോടും വൃഷ്ണിവംശരോടുമുള്ള എൻ്റെ ഈ സ്നേഹപാശം ദയവായി അങ്ങ് അറുത്തു മാറ്റിയാലും. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. എന്താണ്? എൻ്റെ ബന്ധുക്കളായ പാണ്ഡവരുടെയും യാദവരോടുമുള്ള വൃഷ്ണിവംശജരോടുമുള്ള എൻ്റെ സ്നേഹം, എൻ്റെ ബന്ധം, എൻ്റെ അറ്റാച്ച്മെൻറ്റ് ദയവായി അറുത്തുമാറ്റിയാലും. സാധാരണ ജനങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കുടുംബത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാ പറയുന്നത്, എനിക്ക് ആ ബന്ധം വേണ്ട. എന്തുകൊണ്ടാണത്? ആ കുന്തി ദേവിക്ക് തൻ്റെ മനസ്സ് പൂർണ്ണമായും കൃഷ്ണനിലേക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ആ പ്രാർത്ഥന നടത്തുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും സകല സമയവും നമ്മുടെ കൂടെയുള്ള ഒരേ ഒരു വ്യക്തിയെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്. അപ്പം ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തിരിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോകണമെങ്കിൽ ഭഗവാനെ സ്മരിക്കണം. അതിനുവേണ്ടി എന്ത് വേണം? മറ്റ് അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവരുത്. അതാണ് ഇവിടെ പറയുന്നത്. ആരും ബന്ധുക്കൾ വേണ്ട എന്നല്ല, പക്ഷേ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭഗവാനായിരിക്കണം. ഞാൻ എൻ്റേത് എന്ന ചിന്ത മാറി ഭഗവാനിലേക്ക് പൂർണ്ണമായി എന്താണ്? മനസ്സ് അർപ്പിക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരു ശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ആവശ്യപ്പെടുകയില്ല. അദ്ദേഹത്തിന് ലജ്ജയാണ് ഭഗവാനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭൗതികപരമായിട്ടുള്ള വീട്, കാറ്, സമ്പത്തും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ലജ്ജയാണ്. അപ്പം കുടുംബ ബന്ധങ്ങളിൽ പെട്ടുപോയ ഗൃഹസ്ഥർക്ക് പലപ്പോഴും ഭഗവാനോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കേണ്ടി വരും. ചില സമയങ്ങളിൽ എത്ര ഭക്തിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൗതിക ലോകത്തായതുകൊണ്ട് ചില സമയങ്ങളിൽ ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടതായിട്ട് വരും. അപ്പം കുന്തി ദേവിക്ക് ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ബന്ധുക്കളായ പാണ്ഡവരോടും വൃഷ്ണിവംശജരോടുമുള്ള സ്നേഹബന്ധം അറുത്തുമാറ്റാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്. കാരണം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ. പാണ്ഡവർ അവരുടെ പുത്രന്മാരും വൃഷ്ണികൾ അവരുടെ പിതൃകുടുംബവുമാണ്. ഭഗവാൻ അവർക്കെല്ലാം ഒരേപോലെ പ്രിയപ്പെട്ടവനുമാണ്. ശ്രീരാമചന്ദ്രമൂർത്തി പ്രിയതമയായിട്ടുള്ള സീതാദേവിയെ വനത്തിലേക്ക് അയച്ചെന്താണ്? ക്രൂരത കൊണ്ടല്ല, മറിച്ചോ ഒരു രാജാവെന്ന നിലയിൽ തൻ്റെ പ്രജകളുടെ സംശയം തീർക്കാനും പിന്നെയോ ധർമ്മം സംരക്ഷിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധത്തെക്കാൾ വലുതാണ് എത്ര നേതാവായാലും രാജാവായാലും ഏതൊരു മനുഷ്യനായാലും അവൻ്റെ ധർമ്മം എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലേ? അപ്പോൾ എൻ്റെ ഭാര്യയാണ് അതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയല്ല വേണ്ടത്. പക്ഷേ നമ്മുടെ ധർമ്മം എന്താണ്? വേറെയാണ്. നമ്മുടെ ധർമ്മം എന്താണോ അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. പിന്നെ ഷഡ്ഗോസ്വാമിമാർ, വൃന്ദാവനത്തിലെ ഗോസ്വാമിമാർ, അതിൽ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി തുടങ്ങിയവർ ബംഗാളിൽ നവാബ് ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ മന്ത്രിസഭയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു അവർ അവിടുന്നും സകല സൗകര്യങ്ങളും ത്യജിച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഈ ഒരു സങ്കീർത്തന പ്രസ്ഥാനത്തിൽ കൂടിയത്. അപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു ആജ്ഞ അനുസരിച്ച് അവർ മറ്റതെല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ വെറും ഒരു മരച്ചുവീട്ടിൽ താമസിച്ച്
അവർ ഭക്തി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ജനങ്ങളെ ഭക്തിയിലേക്ക് നയിക്കുകയും ചെയ്തു. അവരുടെ കാരുണ്യം മൂലമാണ് നമുക്ക് ഇത്രയും കൃഷ്ണഭക്തി ലഭിക്കുന്നത്. അപ്പം ഒരു ചെറിയ കുടുംബം ഉണ്ടാക്കുന്നതിന് പകരം അവരെന്തുണ്ടാക്കി? ലോകത്തെ മുഴുവൻ അവരുടെ കുടുംബമായി കാണാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞു. ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ ആ ഒരു കരുണ എന്ന് പറയുന്നത് നമുക്കത് വേറെ രീതിയിലായിരിക്കും തോന്നുന്നത് അല്ലേ? യസ്യ അഹം അനുഗൃഹ്ണാമി യസ്യ അഹം അനുഗൃഹ്ണാമി ഹരിഷ്യേ തദ്ധനം ശനൈ. ഞാൻ ആരെയാണോ പ്രത്യേകം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഭൗതികമായ എല്ലാ അറ്റാച്ച്മെൻറ്റുകളും ഞാൻ പതുക്കെ എടുത്തു മാറ്റും. പലരും പറയാറില്ലേ, ചില വലിയ ഭക്തർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ്, അവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു, അത് നഷ്ടപ്പെടുന്നു അല്ലേ, ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണ്, ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ട് ഭക്തരാന്ന് പറഞ്ഞിട്ടും കുടുംബ പ്രശ്നങ്ങൾ അത് ഇതായിട്ട് നടക്കുന്നതെന്ന് പറയും. പക്ഷേ അതിനൊരു ഉദാഹരണം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഭഗവാൻ തന്നെയാണ് പറയുന്നത്, യസ്യ അഹം അനുഗൃഹ്ണാമി ഹരിഷ്യേ തദ്ധനം ശനൈ. ഞാൻ ആരെയാണോ പ്രത്യേകം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയുന്നത് അവരുടെ ഭൗതികമായിട്ടുള്ള എല്ലാ നിലനിൽപ്പും ഭൗതികപരമായിട്ടുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റും ഞാൻ പതുക്കെ എടുത്തു മാറ്റും. ചില സമയത്ത് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മളെന്ത് തകർന്നു പോകും. പക്ഷേ കുന്തി ദേവിയുടെ കാഴ്ചപ്പാടിൽ അത് ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു വഴിയാണ്. പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ടിട്ടും കാട്ടിൽ അലയേണ്ടി വന്നതും അവരെ കൃഷ്ണനോട് കൂടുതൽ അടുപ്പിച്ചു. ചുരുക്കത്തിൽ സ്വന്തം മക്കളോടുള്ള മമത ഭഗവാനിലേക്കുള്ള ഒഴുക്കിനെ അല്ലെ ഭഗവാനോടുള്ള അടുപ്പത്തെ തടയാതിരിക്കാൻ വേണ്ടിയാണ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. ആ ബന്ധനം മാറുമ്പോൾ അവർക്ക് പാണ്ഡവരിലും വൃഷ്ണികളിലും ഭഗവാനെ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. പിന്നീട് എന്താണ്? ബന്ധനമില്ല, അവരെല്ലാം ഉണ്ട്, ബന്ധുക്കളായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്ത്, ആരെ നഷ്ടപ്പെട്ടാലും ഒരേ മൈൻഡോടുകൂടി കാണാൻ പറ്റും. വിശുദ്ധ സത്വഗുണത്തിലോട്ട് ഉയരാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ കുടുംബത്തെ അറുത്ത് മാറ്റി പോകണമെന്നും എടുക്കണമെന്നൊന്നും അല്ല പറയും. അപ്പം ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ആര്? കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം. ത്വയി മേ നാന്യ വിഷയാ മതിർ മധുപദേ സകർ രതി മുദ്വാഹദത് അദ്ധാ ഗംഗേ വൗഗം ഉദാൻവതി. ഹേ മധുസൂദന, ഗംഗേ വൈഗം ഉദാൻവതി. ഗംഗാനദി തടസ്സങ്ങളില്ലാതെ സമുദ്രത്തിലേക്ക് നിരന്തരം ഒഴുകിച്ചേരുന്നത് പോലെ. ഗംഗേ വൗഗം ഉദാൻവതി. ഗംഗാനദി തടസ്സങ്ങളില്ലാതെ സമുദ്രത്തിലേക്ക് നിരന്തരം ഒഴുകിച്ചേരുന്നത് പോലെ എൻ്റെ അനുരാഗം എന്താണ്? എൻ്റെ അനുരാഗം മറ്റൊന്നിലേക്കും തിരിഞ്ഞു പോകാതെ എപ്പോഴും അങ്ങയിലേക്ക് മാത്രം അവിഛിന്നമായി ഒഴുകുമാറാകട്ടെ. അപ്പം ഒരു നദി തൻ്റെ ലക്ഷ്യസ്ഥാനം ഏതാണ്? നദിയുടെ ആ കടലിൽ ചേരാൻ കാണിക്കുന്ന അതേ തീവ്രതയോടെയാണ് എന്ത്, വേഗതയോടെയും തൻ്റെ മനസ്സ് കൃഷ്ണനിലേക്ക് ലയിക്കണമെന്നാണ് കുന്തിദേവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എത്രയും വേഗം ഭഗവാന്റെ അടുക്കലെത്താൻ. ലയനം എന്നുദ്ദേശിക്കുന്നതാണ് ആ ഒരു തലത്തിലേക്ക് എത്താൻ. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ലൗകികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഭൗതികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ഭക്തി പ്രവാഹത്തെ തടയാൻ കഴിയരുത് എന്ന് വിചാരമാണ് ഇവിടെ കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? അതായത് മറ്റൊന്നിലും ഭഗവാനിലേക്കുള്ള ഭക്തി അല്ലെങ്കിൽ ഭഗവാനിലേക്കുള്ള ചിന്ത, ആ ഗോലോകത്തിലേക്കുള്ള യാത്ര മറ്റൊന്നിനും തടസ്സമാകരുത്. മറ്റൊന്നും അതിന് തടസ്സമാകരുത്. ഒരു ലൗകികമായിട്ടുള്ള ചിന്തകളോ ലൗകികമായിട്ടുള്ള ബന്ധനങ്ങളോ അതിന് തടസ്സമാകരുത്. ആ ഭഗവാനിലേക്കുള്ള പോക്കിനെ, ആ ഭക്തി പ്രവാഹത്തെ തടയാൻ കഴിയരുത് ഒന്നിനും. ആ ഒരു വിചാരത്തോടു കൂടിയാണെന്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആര് പറയുന്നത്? കുന്തി മാതാ പറയുന്നത്. അപ്പം ഭഗവാനോടുള്ള ദിവ്യമായ പ്രേമഭക്തിയിലേക്ക് ഒരാളുടെ ശ്രദ്ധ, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ തിരിയുന്നതിനെയാണെന്ത്
ശുദ്ധ ഭക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധങ്ങൾ, വീട്ടുകാരോടും നാട്ടുകാരും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹബന്ധങ്ങൾ അറുത്തുമാറ്റുക എന്നതിന് അർത്ഥം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നതിനർത്ഥം എന്ത്? സ്നേഹം പോലുള്ള വികാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അത് സാധ്യവുമല്ല. ഒരു ജീവിയായിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ എന്താണ്? മറ്റുള്ളവരോടൊക്കെ, സഹജീവികളോട് സ്നേഹമുണ്ടാകുക എന്നത് അതൊരു ജീവൻ്റെ ലക്ഷണമാണ്, അല്ലേ? ആഗ്രഹം, ദേഷ്യം, മോഹം, ആകർഷണം തുടങ്ങിയ വികാരങ്ങളെ എന്താണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? നമുക്കൊരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അതായത് ഭൗതിക ലോകത്തായാലും എവിടെ ആയാലും, ഭൗതിക ലോകത്ത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഗതി അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതാണ് എന്താണ്? ആഗ്രഹം, ദേഷ്യം, മോഹം, ആകർഷണം ഒന്നും തന്നെ വികാരങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. പകരം എന്താണ്? അത് വെച്ചിട്ട് എന്താണ്? ആ ലക്ഷ്യം മാറ്റണം, ഭഗവാനിലേക്കാണ്. ഇതെല്ലാം വേണം. ആഗ്രഹവും ദേഷ്യവും മോഹവും ആകർഷണവും ഒക്കെ എങ്ങോട്ടാക്കണം? ഭഗവാനിലേക്ക് തിരിച്ചു വിടണം, ഭക്തിയിലേക്ക് തിരിച്ചു വിടണം, ഭക്തി പ്രക്രിയയിലേക്ക് തിരിച്ചു വിടണം, നവവിധ ഭക്തിയിലേക്ക് തിരിച്ചു വിടണം, ഭക്തിയുത സേവനത്തിലേക്ക് തിരിച്ചു വിടണം. അപ്പം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പകരം ഭഗവാന്റെ സേവനത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോഴെന്ത്? അത് ഭക്തിയായിട്ട് മാറും. ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷെ അതെന്താണ്? ഓപ്പോസിറ്റ് സൈഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത് വേണം? ആ ഭഗവാന്റെ സേവനത്തിനായിട്ട് ആ മനസ്സ് ആഗ്രഹിക്കുമ്പോഴെന്താവും? അത് ഭക്തിയായിട്ട് മാറും. ഈ സംഗതികളെല്ലാം കുടുംബത്തോടും രാജ്യത്തോടും സമൂഹത്തോടും ഉള്ള നമ്മുടെ സ്നേഹം പലപ്പോഴും എന്ത്? ഇന്ദ്രിയ സുഖമാണ്, ഭൗതിക ഇന്ദ്രിയങ്ങളുടെ സുഖമാണ്. അതിൻ്റെ വിവിധ തലങ്ങളാണ്. ഈ ആഗ്രഹം, ആ ആഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ പ്രീതിക്കായി മാറ്റപ്പെടുമ്പോഴെന്ത്? അതിനെ ഭക്തി എന്ന് വിളിക്കുന്നത്. അതാണ് ഭക്തി. ഭൗതികപരമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും അത് ഭക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനിലേക്കാക്കുന്ന സമയത്താണ് അതിനെ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഭക്തിയില്ല നമുക്ക്. ഭൗതികപരമായിട്ടുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, നമ്മുടെ എക്സ്ട്രീം ലെവലിലുള്ള ആഗ്രഹങ്ങൾ, എന്ത് കിട്ടിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുമോ, അതൊക്കെ എന്ത് വേണം? തിരിച്ച് ഭഗവാനിലേക്കും ഭഗവാന്റെ സേവനങ്ങളിലേക്കും ആക്കുമ്പോഴാണ് എന്ത് വരുന്നത്? അതിനെ ഭക്തി എന്ന് പറയുന്നത്. കാരണം മറ്റൊരു കാര്യം ത്യജിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഭഗവാന് വേണ്ടിയിട്ട്. അത് അവിടെ ചെയ്താൽ അത് ശരിയാവില്ല. കാരണം അത് ഭൗതികപരമാണ്, അതിൽ നിലനിൽപ്പില്ല. പക്ഷെ അതേ കാര്യം ഭഗവാന്റെ അടുത്താവുന്ന സമയത്ത് എന്താവും? അത് ഭക്തിയാകും, ഭഗവാൻ സന്തോഷമാവും, നമ്മളും സന്തോഷമാവും. അത് എപ്പോഴും ശാശ്വതവുമായിരിക്കും ആ സ്നേഹം. അപ്പോൾ കുന്തിദേവിക്ക് പാണ്ഡവരോടും വിഷ്ണു വംശത്തോടും ഉണ്ടായിരുന്ന സ്നേഹം ഭക്തിക്ക് പുറത്തല്ല. കാരണം ഭഗവാനെ സേവിക്കുന്നതും ഭക്തരെ സ്നേഹിക്കുന്നതും ഒന്നാണ്. കാരണം പാണ്ഡവരും വിഷ്ണു വംശക്കാരും ആരായിരുന്നു? ഭക്തരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭക്തിയുത സേവനം, അല്ലെങ്കിൽ ഭക്തരെ സ്നേഹിച്ചാൽ മതി, ഭക്തരെ സേവിച്ചാൽ മതി എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ എല്ലാവരും ഭക്തരാവാൻ പറയുന്നത്. അപ്പോൾ അവിടെ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇത് വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആ സ്നേഹം എപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. രാവിലെ എണ്ണീക്കും, 3:30 എണ്ണീക്കും, എന്താവും? 3:30 എണ്ണീക്കും, ഭഗവാന്റെ നാമം ജപിക്കും, അല്ലേ? ഭഗവാന്റെ ആൾട്ടർ തുറക്കും, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യും, മംഗളാരതി ചെയ്യും, ശിഷ്ടാഷ്ടകം ചൊല്ലും, ഭഗവാന് പ്രസാദം അല്ലെങ്കിൽ ഭഗവാന് ഭോഗം ഉണ്ടാക്കും. അത് ഭഗവാന് നിവേദിക്കുമ്പോഴത് പ്രസാദമാകും. ആ പ്രസാദം നമുക്ക് കഴിക്കാം. അപ്പോൾ എന്താണോ നമ്മൾ അല്ലാതെ ചെയ്യുന്നത് അതെല്ലാം ഈ ഒരു രീതിയിൽ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? ഭക്തിയാകും. അപ്പോൾ ആ കുടുംബ ബന്ധങ്ങളിലും എന്താവും? ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു വശം അവിടെ വരുന്നില്ല. കാരണം എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഇവിടെ അതുകൊണ്ടാണ് കുന്തിദേവിക്ക് പാണ്ഡവരോടും വിഷ്ണു വംശജരോടും ഉണ്ടായിരുന്ന സ്നേഹം ഭക്തിക്ക് പുറത്തല്ല, പിന്നെയോ അവരും ഭക്തരായിരുന്നു. ചിലപ്പോൾ ഭക്തനെ സേവിക്കുന്നതാണ് എന്ത്? ഭഗവാനെ സേവിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളത്. എന്നാൽ കുന്തിദേവിയുടെ സ്നേഹം കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, ശരീരബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കുന്തിദേവിയുടെ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോലെയുള്ള പ്രശ്നത്തിൻ്റെ രീതിയിലാണ് കുന്തിമാത ഈ സംഗതി അവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ചിന്ത എന്ന് പറയുന്ന, ആ ഒരു ബന്ധനങ്ങളെന്ന് പറയുന്നത് മായയുടെ സ്വാധീനം, അല്ലെ? മഹാമായ ഭഗവാന്റെ ശക്തി തന്നെയാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ശക്തി. എന്നാൽ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം ഭഗവാനിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോഴാണെന്ത്? എന്നാൽ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്
അത് ഭഗവാനിലൂടെ വേണം. ഭഗവാനിലൂടെ സ്ഥാപിക്കുമ്പോഴാണ് എന്താവുന്നത്? അത് സത്യമാകുന്നത്. അതാണ് ഒരുമിച്ച് ഭക്തി ചെയ്യുന്നതിൻ്റെയും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ മേന്മ. കാരണം ആത്മാവും പരമാത്മാവും അപ്പോൾ ഒരേപോലെ സന്തോഷിക്കും. ഭഗവാൻ ഉള്ളിലിരുന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ തുടങ്ങും. അല്ല എങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? അല്ല എങ്കിൽ ആത്മാവിൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 or 2 വട്ടം ഉള്ളിലിരുന്നിട്ട് പറയും വേണ്ട വേണ്ട വേണ്ട. പക്ഷേ അത് മറികടക്കുമ്പം ഭഗവാൻ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചാണ് ഉള്ള കുളരുതായ്മകൾ ചെയ്യുന്നതും അവരിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം, അതായത് ഭക്തി പ്രക്രിയ നമ്മൾ ചെയ്തു തുടങ്ങി അതിന് ശേഷം ആത്മാക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കും? ആ ഭഗവാനോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കും. അപ്പോഴാണ് ആ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് അത് സത്യമാവുകയുള്ളൂ. ഇല്ല എങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭഗവാനോടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കണം. ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഭഗവാനോടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കണം. ശാരീരികമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ആ ബന്ധങ്ങളെന്ന് പറയുന്നത് മായയുടെ അധീനതയിലാണ്, ഭൗതിക ലോകത്തിലാണ്. അത് മായയാണത്. അത് സത്യമാവണമെങ്കിൽ എന്ത് വേണം? അത് ഭഗവാനിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് സത്യമാകുന്നത്. മായയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് മായയിലാണ്, അത് ശാരീരികമാണ്. പക്ഷെ ഭഗവാനിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് എന്താണ് ആവുന്നത്? സത്യമാകുന്നത്. ഇതിലൂടെ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ടാകുന്നത്. അപ്പം കുന്തിദേവി ഇവിടെ കുടുംബവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഒരു ശാരീരിക ബന്ധത്തെയാണ്. ശാരീരിക ബന്ധനം അല്ലേ? ശാരീരിക ബന്ധനത്തിന് കാരണമാകുമ്പോൾ ആത്മീയ ബന്ധം മുക്തിക്ക് കാരണമാകുന്നു. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ ശരീരം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ബന്ധങ്ങളെല്ലാം എന്താവും? ബന്ധനമാണ്. പക്ഷേ നമ്മൾ ശരീരമല്ല, ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്നുള്ള തിരിച്ചറിയുമ്പോഴുന്ന സമയത്ത് ആണെന്ത്? അത് മുക്തിക്ക് കാരണമാകുന്നത്. അത് ലിബറേഷൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മറ്റേത് അത് ബന്ധനം. വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കണം. പുനരഭിജനനം, പുനരഭിമരണം. അപ്പം ഒരു ഇരുട്ടിൽ നോക്കുന്നത് എന്താണ്? ദർശനമല്ല. പക്ഷെ നമ്മളൊരു സൂര്യപ്രകാശത്തിൽ സൂര്യനെയും മറ്റുള്ളവരെയും കാണുന്നത് ആണെന്ത്? ശരിയായ ദർശനം. ഇതാണ് ഭക്തിയുടെ മാർഗം. അപ്പം ശാരീരിക ബന്ധവും ആത്മീയ ബന്ധവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശരീരം നശിക്കുന്നതോടെ എന്തും ഇല്ലാതാവും? ഭൗതിക ബന്ധങ്ങൾ ഇല്ലാതാകും. എന്നാൽ ഭഗവാനിലൂടെയുള്ള ആത്മീയ ബന്ധം അത് നിത്യമാണ്. കുന്തിദേവി ആഗ്രഹിച്ചത് ആ നിത്യമായിട്ടുള്ള ബന്ധമാണ്. അപ്പം നമുക്ക് ചിന്തിക്കും, എന്തായാലും രണ്ടും നശിക്കും, ഭൗതികപരമായിട്ടുള്ള ബന്ധവും നശിക്കും, എന്നാൽ പിന്നെ ആ ബന്ധം വെച്ചുകൊണ്ടിരിക്കുക അല്ലേ നല്ലത്? ഉള്ള കാലത്തുള്ള സ്നേഹിച്ച് നടന്നുകൂടാന്നല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ജനിക്കേണ്ടി വരും, വീണ്ടും മരിക്കേണ്ടി വരും, വീണ്ടും യമലോകത്ത് പോകണം, അവിടുന്ന് ഉള്ള നരകലോകങ്ങളിൽ പോകണം, അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കണം. കുറേ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗ്ഗലോകം വരെ പോകാം, വീണ്ടും തീരെ വരാം. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യത്തിന് ക്ഷീണം സംഭവിക്കേണ്ടി വീണ്ടും താഴെ വരേണ്ടി വരും, വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ആത്മീയ ബന്ധം നിത്യമാണ്. ഈ ശരീരം പോകുന്നതോടുകൂടി ഡയറക്റ്റ് ഗോലോക വൃന്ദാവനം, വൈകുണ്ഠം. പിന്നെ എങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. അവസാന ശ്ലോകം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണി രസഭവാനി ദൃക് രജാന്യവംശ ദഹാനനപാവർഗവീര്യ ഗോവിന്ദ ഗോദിച്ച് സുരതി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി രസാ ഭവാനി ദൃക്.
രാജന്യ വംശ ദഹാനാന പവാർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹര വതാര യോഗേശ്വരഖില യോഗേശ്വരാഖില യോഗേശ്വരൻ ഗുരു യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹേ കൃഷ്ണ, ഹേ ശ്രീകൃഷ്ണ കൃഷ്ണ, ഹേ കൃഷ്ണ സഖവൃഷ്ണി, അർജുനന്റെ സഖാവേ സുഹൃത്തേ, വൃഷ്ണിവംശത്തിൽ ശ്രേഷ്ഠനായവനെ, ഭൂമിയിൽ അശാന്തി പരത്തുന്ന രാഷ്ട്രീയ ശക്തികളെ ദുഷ്ടശക്തികളെ അങ്ങ് നശിപ്പിക്കുന്നു. അങ്ങയുടെ വീര്യം ഒരിക്കലും കുറയുന്നില്ല. ദിവ്യമായ വൈകുണ്ഠത്തിന്റെ അധിപനായ അങ്ങ് പശുക്കളുടെയും ഗോവിന്ദ ഗോ ദ്വിജസുരാർത്ഥി, പശുക്കളുടെയും ദ്വിജസുരാർത്ഥി ബ്രാഹ്മണരുടെയും പിന്നെയോ ഭക്തരുടെയും കഷ്ടപ്പാടുകൾ നീക്കാനായി അവതരിക്കുന്നു. ഹരാവതാര, സകല യോഗശക്തികളും യോഗേശ്വരാഖില ഗുരു, സകല യോഗശക്തികളും തികഞ്ഞവനും പിന്നെ യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ, സകല യോഗശക്തികളും തികഞ്ഞവനും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുരുനാഥനുമായ അങ്ങ് സർവശക്തനായ ദൈവമാണ്. അങ്ങയുടെ മുൻപില് ഞാൻ എൻ്റെ ആദരപൂർവമായിട്ടുള്ള പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കുന്തി മഹാറാണിക്ക് ജയ്. അപ്പം കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭഗവാന്റെ പരമമായിട്ടുള്ള ഭാവത്തെയും ഭക്തവാത്സല്യത്തെയും ഒരേപോലെ വണങ്ങിക്കൊണ്ടാണെന്ത് ഈ സ്തുതി അവസാനിക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാനെ കുന്തിദേവി ചെറിയൊരു സംഗ്രഹിച്ചിട്ട് വിവരിക്കുകയാണ് അല്ലേ. സർവശക്തനായ ഭഗവാന് നിത്യവും എന്തുണ്ട്? ദിവ്യമായ ഒരു സങ്കേതമുണ്ട്. എവിടെയാണത്? ഗോലോകം. അദ്ദേഹം പിന്നെയോ സുരഭികളായ പശുക്കളെ പരിപാലിക്കുന്നു. ചിന്താമണി പ്രകര സദാംശു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരവിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരായ ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം, ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരാൽ ഭാഗ്യദേവതമാർ അദ്ദേഹം സേവിക്കപ്പെടുന്നു. തൻ്റെ ഭക്തരെ സംരക്ഷിക്കാനും പിന്നെ ലോകത്തിൻ്റെ ഭരണാധികാരികളായിരുന്നിട്ടും ലോകത്തിന് ശല്യമായി തീർന്ന ദുഷ്ടരാജാക്കന്മാരെയും രാഷ്ട്രീയ കൂട്ടായ്മകളെ നിഗ്രഹിക്കാനുമായി അദ്ദേഹം ഈ ഭൗതിക ലോകത്തിലേക്ക് അവതരിക്കുന്നു. തൻ്റെ അനന്തമായ ശക്തിയാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീര്യത്തിന് ലവലേശം പോലും കുറവുണ്ടാകുന്നില്ല. പിന്നെയോ പശുക്കളും ബ്രാഹ്മണരും ഭക്തരും ഭഗവാന്റെ പ്രത്യേക ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഭക്തരും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ജാതിയോ ഒരു മതമോ വരുന്നില്ല, ആർക്കും ഭക്തരാവാം. അപ്പം ആ ഭക്തർക്ക് എവിടെ പോകാം? ഗോലോകത്തിൽ പോകാം. അപ്പോൾ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഭക്തർക്കും ഭഗവാൻ എന്താണ്? ഭഗവാന്റെ പ്രത്യേക ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ജന്മം കൊണ്ടല്ല ഒരു വ്യക്തി, ജന്മം കൊണ്ട് മാത്രമല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, പിന്നെയോ കർമ്മം കൊണ്ടുകൂടിയാണ്. ഭക്തർക്ക് എന്താണ്? അങ്ങനെ ഒരു സംഗതികളുമില്ല. അവർ കർമ്മം കൊണ്ട് ഭക്തരാണ്. ഭക്തരായാൽ മാത്രം മതി. കാരണം ലോകത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് ഇവർ ആരാണ്? അത്യന്താപേക്ഷിതമാണ്. ആരൊക്കെയാണ്? പശുക്കളും ബ്രാഹ്മണരും ഭക്തന്മാരും. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം നടക്കുന്ന എവിടെ വെച്ചാണ്? നമ്മൾ ആദ്യ ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവര് യുദ്ധത്തിൽ വിജയിക്കുകയും ധർമ്മപുത്രര് രാജാവായി വാഴുകയും ചെയ്തു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി കൃഷ്ണൻ ഹസ്തിനപുരിയിൽ നിന്നും സ്വന്തം രാജ്യമായിട്ടുള്ള എവിടേക്ക്? ദ്വാരകയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്.
ഭഗവാൻ മടങ്ങുന്നത് കണ്ട് മനസ്സ് വിങ്ങുന്ന കുന്തിദേവി അദ്ദേഹം തങ്ങളെ എങ്ങനെയൊക്കെയാണ് പല വിപത്തുകളിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഓർക്കുന്നു. വിഷം നൽകി കൊല്ലാൻ നോക്കിയപ്പോഴും, അരക്കില്ലത്തിന് തീ വെച്ചപ്പോഴും, ദ്രൗപദിയുടെ മാനം കവരാൻ ശ്രമിച്ചപ്പോഴും, ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിലും കൃഷ്ണൻ എന്തായി? കൃഷ്ണൻ മാത്രമായിരുന്നു തങ്ങളുടെ രക്ഷകനെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ നന്ദി പ്രകടനമാണെന്ത്? കുന്തി സ്തുതി എന്ന് അറിയപ്പെടുന്നത്. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നത് തടയാനല്ല, പിന്നെയോ മറിച്ച് തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ രൂപം മാത്രം നിറഞ്ഞു നിൽക്കാനാണ് അവർ പ്രാർത്ഥിക്കുന്നത്. സ്വന്തം ബന്ധുക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി ഭഗവാനോടുള്ള അനന്യമായ ഭക്തിയാണ് അവർ ഈ വരിയിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ കേവലം ഒരു ബന്ധുവായിട്ടല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായ പരബ്രഹ്മമായിട്ടാണ് ആര്? കുന്തിദേവി ഇവിടെ സ്തുതിക്കുന്നത്. ആധാരമായിട്ടുള്ള പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ബ്രഹ്മം, അനുപരി പരബ്രഹ്മം ഭഗവാൻ, നമ്മൾ ആത്മാവ്, മറ്റേത് പരമാത്മാവ്. ഭൂലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. നമ്മളെ പോലെയുള്ള രൂപം, അല്ലെങ്കിൽ അതിലുപരി സുന്ദരനായിട്ട് ഇരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെയാണ് ഇവിടെ ആര്? കുന്തിദേവി സ്തുതിക്കുന്നത്. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് ആര്? കുന്തിദേവി അത് നിർത്തുന്നത്. യോഗേശ്വരകില ഗുരോ ഭഗവൻ നമസ്തേ. ആ ഭഗവാന് പ്രണാമമർപ്പിച്ചുകൊണ്ട് കുന്തിദേവി ആ കുന്തി സ്തുതി നിർത്തുകയാണ്. ഈ ഒരു കുന്തി സ്തുതി മനസ്സിലാക്കിയാൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എന്ത് സംഭവിക്കാം? ഉറപ്പായിട്ടും ലിബറേഷൻ, മോക്ഷം ഉണ്ടാവും ഒരു വ്യക്തിക്ക്. അപ്പം എന്താണ് അതിന് വേണ്ടത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മവോ ലയനമോ ഒന്നുമല്ല. ഭഗവാനൊരു രൂപമുണ്ട്, ഭഗവാനൊരു വാസസ്ഥലമുണ്ട്, ഗോലോക വൃന്ദാവനം. അത് അവിടെ ആരായിട്ടാണ് ഇരിക്കുന്നത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. വിഗ്രഹം, രൂപം, സച്ചിദാനന്ദ രൂപനായിട്ടുള്ള ഭഗവാൻ അവിടെ എവിടെയുണ്ട്? ഗോലോക വൃന്ദാവനത്തിൽ ഇരിപ്പുണ്ട്. അല്ലാതെ ലയനമോ ബ്രഹ്മവോ എന്താണ് മായാവാദമോ ഒന്നുമല്ല. ഇതൊക്കെ ഈ ഒരു പഠനത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത്? എല്ലാ ശനിയാഴ്ചയുമുള്ള ഭഗവത്ഗീത ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും എന്ത്? കുന്തി ദേവിയുടെ മഹാത്മ്യം, അല്ലെങ്കിൽ അതിലുപരി കുന്തി സ്തുതി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വലിയ വലിയ ഭക്തരായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ അടുത്ത സെഷനുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.